ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 139 സങ്കീർത്തനം 17 വാക്യം. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലിയത്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ ഏറ്റവും സമർത്ഥനായ വ്യക്തി ആരെന്ന് കണ്ടുപിടിക്കുവാൻ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ഇന്ന് ആശ്ചര്യമുളവാക്കുന്ന എന്തെങ്കിലും ചെയ്തു കാണിക്കുന്നവർക്ക് ഒരു സഞ്ചി സ്വർണ്ണ നാണയം സമ്മാനിക്കുന്നതായിരിക്കും. അനേകർ രാജസദസ്സിൽ വന്ന് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഒന്നിലും രാജാവിന് ആശ്ചര്യം തോന്നിയില്ല. അപ്പോൾ ഗോപാൽ എന്ന കർഷകൻ ഒരു വലിയ ചുമട് കൊണ്ടുവരുന്ന ഭാവത്തിൽ ഒരു കലവുമായി എത്തി അത് രാജാവിൻ്റെ മുൻപിൽ വെച്ചു. രാജാവ് ആ കലത്തിലേക്ക് ആശ്ചര്യപൂർവ്വം നോക്കിയിട്ട് അയാളോട് ചോദിച്ചു, ഗോപാൽ, നീ എന്തിനാണ് ഈ വെറും കലവും കൊണ്ടുവന്നത്? ഇതിൽ ഒന്നുമില്ലല്ലോ. ഗോപാൽ പറഞ്ഞു, ഇത് വെറും കലമല്ലല്ലോ മഹാരാജൻ. രാജാവ് ഒന്നുകൂടെ നോക്കിയിട്ട് ചോദിച്ചു, എന്താണ് ഇതിലുള്ളത്? ഗോപാൽ അതിലേക്ക് നോക്കി ഒന്ന് മണപ്പിച്ചിട്ട് പറഞ്ഞു, അല്ലയോ രാജൻ, നോക്കൂ, ഇത് നിറയെ സ്വർണത്തിൻ്റെ മണമാണ്, അങ്ങയുടെ വാഗ്ദാനമായ സ്വർണത്തിൻ്റെ. അതുകൊണ്ടാണ് ഇത്ര വലിയ ഭാരം. വെറും കലവുമായി തൻ്റെ മുമ്പിലെത്തിയ ഗോപാലിൻ്റെ വാക്കും പ്രവൃത്തിയും രാജാവിനെയും അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. ഗോപാൽ പറഞ്ഞു, അല്ലയോ രാജൻ, എൻ്റെ ഈ കലം അങ്ങയെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും ആശ്ചര്യപ്പെടുത്തിയില്ലേ? അതിനാൽ സ്വർണം എനിക്ക് തന്നെയാണല്ലോ. രാജാവ് പറഞ്ഞു, ഗോപാൽ, നിന്റെ കലത്തിൽ ഒന്നുമില്ല, പക്ഷേ തല മുഴുവൻ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. രാജാവ് സ്വർണം നിറച്ച സഞ്ചി അവന് സമ്മാനിച്ചു. ഒരു വെറും കലം കൊണ്ട് രാജാവിനെയും സദസ്യരെയും ആശ്ചര്യപ്പെടുത്തിയ ഗോപാൽ ആശയസമ്പന്നനായിരുന്നു. ഏതൊരു വ്യക്തിയെയും സമർത്ഥയാക്കി തീർക്കുന്നത് ആ വ്യക്തിയുടെ ഉന്നതമായ ആശയങ്ങളാണ്. ആശയങ്ങൾ മഹത്തരമാകുന്നതിന് ദീർഘദർശനവും ഭാവന സമ്പന്നതയും ഉണ്ടാവണം. അങ്ങനെയുള്ളവരാണ് സാധാരണ കാര്യങ്ങളെ അസാധാരണമാക്കുന്നത്. ഒരു വിധത്തിൽ ഇത് ദൈവിക ഭാവത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. ദൈവം ഈ ലോകത്തിൽ നിർവഹിച്ചിട്ടുള്ളത് എല്ലാം തന്നെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. എന്നാൽ അവയെല്ലാം നമുക്ക് അത്ഭുതകരമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പ്, മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാം എത്ര അത്ഭുതകരം. മനുഷ്യ ശരീരം തന്നെ എത്ര അത്ഭുതാവഹമാണ്. അതേ പ്രകാരം ദൈവാശ്രിതരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അത്ഭുതകരമായിരിക്കും. വെറും ഒരു ചെരുപ്പ് കുത്തിയായിരുന്ന വില്യം കേറി ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ 40-ലധികം ഭാഷകൾ പഠിച്ച് ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം നൽകുകയും സെറാംപൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനും സതി തുടങ്ങിയ ദുരാചാരങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് ഇന്ത്യൻ നേതാക്കളോടൊപ്പം പ്രധാന പങ്ക് വഹിക്കുന്നതിനും ഇടയായി. ദൈവത്തോടുകൂടെ ഈ ലോകത്തെ ദൈവഹിത പ്രകാരം രൂപാന്തരപ്പെടുത്തുന്ന പ്രവർത്തകർ ആയിരിക്കാൻ, ആ പ്രവർത്തികൾ നിർവഹിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്കും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ ഹിതപ്രകാരം ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവർത്തകരായി തീരുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ദീർഘദർശനവും ഭാവന സമ്പന്നതയും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.